ഇന്ന് വേണേൽ നമുക്കൊരു സിനിമയ്ക്കൊക്കെ പോകായിരുന്നു. എന്നാകുമ്പോൾ വേറെ ഗുണമെന്ന് വെച്ചാൽ ലില്ലിയില്ല മക്കളും ഇല്ല, നമ്മൾ മാത്രം ഒന്ന് പോയ പോലെ ഞാനും അമ്മയും കൂടെ മാത്രം ഇങ്ങനെ. അപ്പോൾ ഗുണം എന്താണ്? അമ്മയ്ക്ക് ഇഷ്ടമുള്ള തിയേറ്റർ, ഇഷ്ടമുള്ള സിനിമ, ഇഷ്ടമുള്ള ആഹാരം എല്ലാം കഴിച്ച് ഞാനും അമ്മയും മാത്രം നമ്മളോട് ഇങ്ങനെ പോയിട്ട് വരും. അടിപൊളിയായിരിക്കും. അയ്യോ, ഞാൻ റെഡിയാണ്. പക്ഷേ അമ്മ റെഡിയാണെന്നുണ്ടെങ്കിൽ ചെയ്യണം. ചീറ്റ് തേങ്ങ നടന്നില്ലേ? എങ്ങനെ നടക്കാനാ? ഓഞ്ഞൊരു ഐഡിയ കൊണ്ടുവരും. നിനക്ക് ആരുടെ ഐഡിയ ഒക്കെ തന്നെ? എനിക്കിത് പറഞ്ഞു തുടങ്ങിയപ്പോഴേ തോന്നി നടക്കൂല. നീയല്ലാതെ ഇവന്റെ വാക്കൊക്കെ കേൾക്കൂ. അങ്ങനെ തങ്കം ചേട്ടത്തി എപ്പോഴും ഇടുന്ന പറയുന്നേക്ക അമ്മയ്ക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഓർമ്മ വെച്ചിട്ടാ ഞാൻ പറഞ്ഞത്. എന്നും പറഞ്ഞിട്ട് പ്രാന്ത് എടുത്ത് നിൽക്കുന്ന ആളോട് പോയിട്ട് സിനിമ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വരുമോ? എന്റെ ഐഡിയയുടെ കുഴപ്പമില്ല, ഇത് അവതരണത്തിന്റെ പോരായ്മ. അത് ആരുടെ? എന്റെ കനകന്റെ നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. ആർക്ക്? സ്റ്റേഷനിലൊക്കെ ആ കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. റൊണാൾഡിനെ അറിയാവോന്നറിയില്ല, പണ്ടൊരു കഥാപ്രസംഗം പറയാൻ ഇവിടുന്ന് പോയി. കർട്ടൻ നീക്കിയതും കഥാപ്രസംഗക്കാരൻ ദേ വിറച്ച് താഴെ കിടക്കണ്. അതിപ്പോ പൊതുജനാണെങ്കിലും അമ്മയാണെങ്കിലും എടാ, അത് ജനങ്ങളാണെങ്കിലും അമ്മയാണെങ്കിലും നിനക്ക് രണ്ടാളെ കണ്ടാൽ കൈയും കാലും വരയ്ക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്റെ ഐഡിയയുടെ കുഴപ്പമില്ല. നല്ലൊരു സാധനമായിരുന്നു, അത് കിട്ടിയായിരുന്നെങ്കിൽ. അതിലും കിടക്ക് സാധനം വേറെ ഉണ്ട്, 2-3 ഉണ്ടാ പറഞ്ഞൂടാ, അവളങ്ങ് അവതരിപ്പിക്കട്ടെ. എന്താ എന്താ തങ്ക അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനങ്ങ് എല്ലാം ചെയ്യാന്ന് പറഞ്ഞ എല്ലാത്തിനും ഇടക്കേറി പോണേ. എന്തിനാ ഞാൻ ചെയ്തപ്പോ കാണിച്ചു തരാം. പിന്നെ അമ്മയുടെ സ്കൂളിൽ പഠിച്ച ഏതൊരു ബാല്യകാല സുഹൃത്തിന്റെ വീട്ടിൽ പോവാന്ന് പറ. അമ്മയ്ക്ക് അത് ഭയങ്കര രോമാഞ്ചമുള്ള സംഭവമാണല്ലോ. ഞാൻ പറയാം. നീ അവതരിപ്പിക്കും. എന്ത് കാണിച്ചു തരട്ടെ? എന്ത് കാണിച്ചു തരട്ടെ? പെൺപുലിയിലെ പ്രസംഗം അവതരിപ്പിക്കുന്ന കണ്ടിട്ടുണ്ടോ? അതൊന്നും അതിനെ പറ്റി പറയല്ലേ. തോറ്റെങ്കിൽ തോറ്റെന്ന് സമ്മതി. ഇപ്പൊ കാണിച്ചു തരാം എങ്ങനെയാന്ന്. അമ്മാ, ഇത് പൊളിയും കേട്ടാ. അമ്മാ, അമ്മയുടെ സിനിമയ്ക്ക് വന്ന് എന്റെ ഐഡിയ ആയിട്ട് സിനിമയ്ക്ക് വന്നു. നീ പറഞ്ഞല്ലേ സിനിമയ്ക്ക് വന്നു, അതുകൊണ്ട് അവതരണം. അല്ല പക്ഷെ അല്ലമ്മ, ഈ നമ്മള് അയ്യോ എന്താടി? അപ്പൊ നമ്മൾ ഇനി സിനിമ കഴിഞ്ഞിട്ട് പോകാമല്ലേ? എങ്ങോട്ട്? ലില്ലിയുടെ അമ്മൂമ്മയെ കാണുന്നുണ്ട്. ഇനിയിപ്പോ നാളെയല്ലേ പറ്റുള്ളൂ. അല്ല, അതെന്തിനാ നാളെ ആക്കുന്നത്? നമ്മൾ സിനിമയും കണ്ടിട്ട് വരുന്ന വഴിയിൽ അങ്ങോട്ട് കയറിയിട്ട് വന്നോട്. അത് മതി. എനിക്ക് അവരെ കാണാൻ ഭയങ്കര ആഗ്രഹം മക്കളെ. നമ്മളെന്താ ഞാനും അമ്മയും മാത്രല്ലേ ഉള്ളൂ. അല്ല, അവക്കെന്താ അവതരിപ്പിക്കാനുണ്ട്, അവനെന്തോ ഐഡിയ ഉണ്ടാക്കാനുണ്ട്. അത് നാളെയാണത്, ഇന്ന് ഫ്രീ. ഇല്ലില്ല, എന്റെ അവതരണം തൊട്ട് മുമ്പ് കഴിഞ്ഞു. വളരെ മോശമായിരുന്നു. അമ്മ, ഞാനും അമ്മയുടെ സിനിമയ്ക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ലില്ലിയുടെ വീട്ടിൽ പോകുന്നു. നമ്മള് പറഞ്ഞോന്നു വേണ്ടെന്ന് പറഞ്ഞു. പോയിട്ട് വരട്ടെ, നിങ്ങൾ അവതരിപ്പിക്കും കേട്ടോ.